അനധികൃതമായി പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ച റെയിൽവേയുടെ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ കായംകുളത്ത് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. മാർച്ച് ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ കവാടത്തിൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. അനധികൃതമായി പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ച റെയിൽവേയുടെ നടപടിക്കെതിരെയാണ് ഡിവൈഎഫ്ഐ കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഇത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളിലേക്കും നേരിയ സംഘർഷത്തിലേക്കും വഴിവെച്ചു. രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഡിവൈഎഫ്ഐ മാവേലിക്കര ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സുഭാഷ്, കായംകുളം ചേരാവള്ളി മേഖലാ കമ്മിറ്റി അംഗം മുബീന എന്നിവർക്കാണ് പരിക്കേറ്റത്. പോലീസ് അതിക്രമം കാട്ടിയെന്നും പോലീസ് നടപടിക്കെതിരെ ജില്ലാ കമ്മിറ്റി പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. മാർച്ച് ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം കരാർ വ്യവസ്ഥതയിലുള്ള പാർക്കിംഗ് ഫീസ് ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് മെയ് 31 വരെയുള്ള പാർക്കിംഗ് ഫീസ് 5 രൂപയായിരുന്നു. അതിപ്പോൾ 20, 30, 60 വർദ്ധിപ്പിച്ചു. 4 ചക്ര വാഹനങ്ങൾക്ക് 25 രൂപയായിരുന്നു പാർക്കിംഗ് ഫീസ്. അതിപ്പോൾ 80, 100, 120 ഒക്കെയായി വർദ്ധിപ്പിച്ചു. 3 മണിക്കൂർ കൂടുതൽ 4 ചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തയ്യാറായാൽ 600 രൂപ ഫീസ് നൽകണം. ഇങ്ങനെ റെയിൽവേ ഉപയോഗിച്ചുകൊണ്ട് പകൽ കൊള്ള നടത്താൻ സ്വകാര്യ കമ്പനികൾക്ക് കൊള്ള ലാഭം കൊയ്യാനുള്ള ശ്രമമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമപരമായ സാധ്യതയും പരിശോധിക്കാതെയാണ് ഈ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന പാർക്കിംഗ് ഫീസിൻ്റെ വ്യവസ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. അത് റദ്ദ് ചെയ്യാതെ കരാർ അടിസ്ഥാനത്തിലുള്ള കമ്പനികളെ വിളിച്ച് ആ കരാർ കമ്പനികളുമായി ഒപ്പിട്ട് നിലവിലെ പാർക്കിംഗ് ഫീസിൻ്റെ വ്യവസ്ഥകൾ മാറ്റാതെ ഈ കരാർ കമ്പനികൾക്ക് അനുകൂലമായി പ്രധാനപ്പെട്ട 5 റെയിൽവേ സ്റ്റേഷനുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ തൊഴിൽ മേഖലകളെയും തകർത്ത് റെയിൽവേയിലെ സ്ഥിരം നിയമനങ്ങൾ അട്ടിമറിച്ച് പുതിയ ചെറുപ്പക്കാർക്ക്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാതിരിക്കുന്ന സ്ഥിര നിയമനമെന്നുള്ള എല്ലാ സംവിധാനങ്ങളും അട്ടിമറിച്ച് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ റെയിൽവേയെ ആശ്രയിക്കുന്ന ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന മേഖലയാണ് റെയിൽവേ എന്നുള്ളത്. അവരുടെ യാത്രാ സൗകര്യത്തിനു വേണ്ടി വേഗത്തിൽ എത്തിച്ചേരാൻ ചെറിയ തുകയിൽ യാത്രകൾ ചെയ്യാൻ കഴിയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ. അവിടെയാണ് ടിക്കറ്റിനേക്കാൾ 10 ഇരട്ടിയിലധികം പാർക്കിംഗ് ഫീസുകൾ നൽകേണ്ടി വരുന്ന ഒരു യാത്രക്കാരൻ്റെ ഏറ്റവും ദുരിതമായ കാഴ്ച ഈ കേരളത്തിലും ഈ രാജ്യത്തും ഉണ്ടാകുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്, BJP ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ രാജ്യത്തെ മനുഷ്യരെ പകൽ കൊള്ള ചെയ്യുകയാണ്. ആ പകൽ കൊള്ളയ്ക്കെതിരായുള്ള പോരാട്ടമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതിശക്തമായ പ്രക്ഷോഭം ഇതിൻ്റെ ഭാഗമായി ഈ വിലവർദ്ധനവ് പിൻവലിക്കുന്നതുവരെ, പാർക്കിംഗ് ഫീസ് വിലവർദ്ധന പിൻവലിക്കുന്നതിന് വരെയുള്ള ശക്തമായ സമരത്തിന് ഈ കേരളത്തിൽ ഡിവൈഎഫ്ഐ തുടക്കം കുറിക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുകുന്ദൻ സ്വാഗതം പറഞ്ഞു. ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജ് അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി വിഷ്ണു ചാരുമൂട്, ബ്ലോക്ക് സെക്രട്ടറി അനൂപ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മിനീസ, അനുപമ, അഷ്കർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. CDNet ന്യൂസ്